രാജ്യം അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകുന്ന അതിന് സഹായകരമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചത്. ഈ ബഡ്ജറ്റ് കേരളത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കേരളത്തിൻ്റെ റവന്യൂ ഡെഫിസിറ്റ്. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് ഇവിടെ കേരളത്തിൽ തയ്യാറാക്കിയപ്പോൾ ഈ തരത്തിലുള്ള ഗ്രാൻറ്റുകൾ വീണ്ടും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കേരളത്തിനുണ്ടായിരുന്നത്. ഈ പൊതുവേ കേരളത്തോട് അത്ര വലിയൊരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള നിലപാടല്ല കേന്ദ്രം എടുക്കുന്നു എന്നാണ് പൊതുവെ ഇതിൽ നമ്മൾ കാണുന്നത്. ഈ വിദ്യാഭ്യാസവും ആരോഗ്യവും ഈ സംസ്ഥാന സർക്കാരുകളുടെ പരിധി വരുന്ന കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം. കേന്ദ്രത്തിൽ അവര് വലിയ റോളില്ല ഈ രണ്ട് കാര്യത്തിലും. അതായത് ഈ ഒരു ബഡ്ജറ്റ് ഒരു ഘടനാപരമായ മാറ്റം വരുത്തുന്ന, ഒരു സ്ട്രക്ചറൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ബഡ്ജറ്റാണ്. പ്രത്യേകിച്ച് ഈ ട്രംപിൻ്റെ ഈ തീരുവയും മറ്റ് പ്രശ്നങ്ങളും സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ അടിസ്ഥാനമായിട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള വ്യവസായ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ, കൂടുതൽ കയറ്റുമതി ഉണ്ടാക്കാൻ, അതോടൊപ്പം തന്നെ അടിസ്ഥാന ഘടക രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ, എല്ലാ രംഗത്തും ഇന്ത്യ മുന്നോട്ട് പോകാനും കൂടുതൽ ഉൽപ്പാദനം പല മേഖലകളിൽ ഉണ്ടാക്കാനും അത് വിദേശത്തേക്ക് കയറ്റി അയക്കാനും, അങ്ങനെ രാജ്യം അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകുന്ന അതിന് സഹായകരമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചത്. ആ നിലയ്ക്കാണ് ആ ബഡ്ജറ്റിനെ നമ്മൾ കാണേണ്ടത്. എന്നാൽ ഈ ബഡ്ജറ്റ് കേരളത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കേരളത്തിൻ്റെ റവന്യൂ ഡെഫിസിറ്റ്. അതായത് റവന്യൂ കമ്മി കേരളത്തിന് ധാരാളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ്. അത് ഏതാണ്ട് കഴിഞ്ഞ 15ാം ധനകാര്യ കമ്മീഷനിൽ ഏതാണ്ട് 37,000 കോടി രൂപ വരെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് നിർത്തലാക്കി എന്നുള്ളതാണ്. അപ്പോൾ അതുമൂലം സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഈ വരുമാനം ഗണ്യമായിട്ട് കുറയുന്നു. അത് കേരളത്തിന് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് ഇവിടെ കേരളത്തിൽ തയ്യാറാക്കിയപ്പോൾ ഈ തരത്തിലുള്ള ഗ്രാൻറ്റുകൾ വീണ്ടും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കേരളത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റിലേക്ക് കേരളത്തിൽ ഏറ്റവും രൂക്ഷമായിട്ട് അഫക്റ്റ് ചെയ്ത ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റവന്യൂ കമ്മി ഗ്രാൻഡ് വെട്ടിക്കുറച്ചതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കേരളത്തിന് പലതും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതായത് ഇപ്പോൾ ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരെണ്ണം പ്രതീക്ഷിച്ചിരുന്നതാണ്. അതോടൊപ്പം തന്നെ അതിവേഗ ഒരു റെയിൽവേ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുപോലെ പല മേഖലകളിലും കേരളം കൂടുതൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ആ തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായില്ല, അല്ലെങ്കിൽ അത് ആ തരത്തിലുള്ള ഒന്നും നടന്നില്ല എന്നുള്ളതാണ് മറ്റ് ഒരു കേരളത്തിന് ദോഷകരമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം. അതായത് ഈ പൊതുവേ കേരളത്തോട് അത്ര വലിയൊരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള നിലപാടല്ല കേന്ദ്രം എടുക്കുന്നു എന്നാണ് പൊതുവെ ഇതിൽ നമ്മൾ കാണുന്നത്. ഇപ്പം തന്നെ ഉദാഹരണത്തിന് എയിംസ്, അതായത് ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലൊരെണ്ണം എത്രയോ വർഷമായിട്ട് കേരളത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അതിവേഗ റെയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കേന്ദ്ര പ്രോജക്റ്റുകൾ വരുന്നില്ല, വികസന പ്രോജക്റ്റുകൾ വരുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി ഇപ്പോൾ BJP വന്നു. അപ്പോൾ വലിയ സിറ്റിക്ക് വേണ്ടിയുള്ള പല നടപടികളും വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവിടെയൊന്നും വന്നില്ല. അങ്ങനെ പൊളിറ്റിക്കലായിട്ട് നോക്കുമ്പോൾ വലിയ ഒരു കേരളത്തിന് ധാരാളം ലഭ്യമാക്കുമെന്ന് BJP ഗവൺമെൻറ്റൊക്കെ പറഞ്ഞെങ്കിലും അങ്ങനെ കേരളത്തിന് കാര്യമായിട്ട് ഒന്നും കൊടുക്കാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അല്ലല്ല, അത് ഇപ്പോൾ ഇന്ത്യ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ആ റിഫോമിൻ്റെ സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ ഒരിതാണ്. അതായത് അനാവശ്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സബ്സിഡികൾ കുറയ്ക്കുക. പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പണ്ടൊക്കെ ആണെങ്കിൽ കേന്ദ്രം തന്നെ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നതിൽ ഒരുപാട് വെട്ടിക്കുറവ് വരുത്തുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, അതിൻ്റെ മുഴുവൻ തുകയും പണ്ട് കേന്ദ്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ അവർ മാറ്റം വരുത്തിയിട്ട് 60% കേന്ദ്രം കൊടുക്കുക, 40% സംസ്ഥാനം കൊടുക്കണമെന്നൊരു നിലയിലേക്ക് എത്തി ഈ വർഷം മുതൽ. പിന്നെ അതുപോലെ തന്നെ വലിയ വികസന പ്രോജക്റ്റുകളിൽ 50% കേന്ദ്രം മുടക്കണമെന്നായി. റെയിൽവേ പ്രോജക്റ്റുകൾ, ബാക്കിയുള്ള പ്രോജക്റ്റുകളിൽ ഈ തരത്തിലുള്ള ഒരു മാറ്റം വരുന്നു. അപ്പോൾ
സംസ്ഥാന സർക്കാരുകളും കൂടുതൽ അവരുടെ വലിയ വികസന മേഖലകളിൽ അവർ കൂടെ ഇടപെടണം എന്നുള്ള ഒരു നയമാണ് അനുവർത്തിക്കുന്നത്. അതിന് മുഴുവൻ തെറ്റാണെന്ന് പറയാനൊക്കില്ല. ഇപ്പോൾ പല സംസ്ഥാനങ്ങളും ഓരോ ഇലക്ഷനും ബാക്കിയുള്ള അനാവശ്യമായിട്ട് എന്തുമാത്രം പോപ്പുലിസ്റ്റ് സ്കീംസ് കൊണ്ടുവരുന്നു. അപ്പോൾ അതിനെ ചെറുക്കാൻ കൂടിയായിരിക്കാം. പക്ഷേ എന്നാലും ഈ തരത്തിലുള്ള ഒരു മാറ്റം കാണുന്നു എന്നുള്ളതാണ്. അതായത് സംസ്ഥാനങ്ങൾ കൂടുതൽ വികസനത്തിനും അതുപോലെ തന്നെ മേജർ പ്രോജക്ട്സ് നടപ്പിലാക്കുന്നതിന് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, എല്ലാത്തിനും നമ്മൾ സബ്സിഡി കൊടുത്ത് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രാക്ടീസ് അല്ല. നമ്മുടെ ഇവിടെ ഇതായിരിക്കുന്ന എല്ലാത്തിനും സർക്കാർ തരണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനം നടത്തിയാൽ അത് നഷ്ടമായാലും സർക്കാർ തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറയുന്നതിൽ എന്താ അർത്ഥം? അതായത് സബ്സിഡിയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് അങ്ങോട്ട് കടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആദ്യം ഇനിഷ്യലായിട്ടുള്ള ഒരു ചില പ്രശ്നങ്ങൾക്ക് ഒരു സബ്സിഡി കൊടുക്കുക. മറ്റിവിടെ നമ്മളിപ്പോൾ ഒരിക്കൽ ചെറിയ സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയണമെന്ന് എന്നും നോക്കി കിട്ടിക്കൊണ്ടിരിക്കണം. അത് ഒരു ശരിയായ രീതിയല്ല. അക്കാര്യത്തിലൊക്കെ കേന്ദ്രം എടുക്കുന്ന നയങ്ങൾ കുറെ കൂടെ മെച്ചമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലല്ല, അത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ വിദ്യാഭ്യാസവും ആരോഗ്യവും ഈ സംസ്ഥാന സർക്കാരുകളുടെ പരിധി വരുന്ന കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം. കേന്ദ്രത്തിൽ അവര് വലിയ റോളില്ല ഈ രണ്ട് കാര്യത്തിലും, കുറച്ച് മാത്രമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റികളായാലും സ്കൂളുകളായാലും ബാക്കിയുള്ള എല്ലാം സംസ്ഥാനം വലിയ നടത്തേണ്ടത്. പിന്നെ ഒരു നാഷണൽ ഫ്രെയിം വർക്കിൽ നടത്തിക്കൊണ്ട് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ആരോഗ്യം അതിലുള്ള കാര്യങ്ങൾ സംസ്ഥാനങ്ങളാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിനെ മുഴുവനും അത് കേന്ദ്രത്തിന്റെ കുഴപ്പമെന്നൊക്കെ പറയണതിൽ വലിയ അർത്ഥമില്ല. അല്ലല്ല, ഈ ബഡ്ജറ്റിൽ ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ രാജ്യത്തെ അടിസ്ഥാനപരമായിട്ട് മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ സഹായകരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ബഡ്ജറ്റാണ്. അതിന് ചെറുതായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നതാണ്, നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ മാത്രം കഴിച്ചാൽ പോരാ, നമ്മൾ ഉൽപ്പാദിച്ച് വിദേശത്ത് നമ്മൾ വിൽക്കണം. അതാണ് വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു കാര്യം. അതാണ് നമ്മൾ ആ ലെവലിലേക്ക് മാറണം എന്ന് പറഞ്ഞാൽ അടുത്ത പടിയിലേക്ക് മാറണം. ആ ലെവലിൽ ഒരു പടി മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും, നമ്മുടെ ആളുകളുടെ വരുമാനം വർദ്ധിപ്പിക്കും. അങ്ങനെ മൊത്തത്തിൽ എക്കോണമിയിൽ വലിയ ചലനങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു താഴ്ന്ന സ്റ്റേജിൽ നിന്ന് മുകളിൽ ഉയർന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷം എടുക്കും, ലോകത്തെ ഏതാണ്ട് 8-9 സ്ഥാനത്ത് നിന്ന് നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പദ്ഘടനയിൽ നമ്മൾ മാറി. ഇപ്പോൾ നമ്മൾ 4-ാം സ്ഥാനത്തെത്തി. ഒരുപക്ഷെ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു 3 വർഷം കഴിയുമ്പോൾ 3-ാം സ്ഥാനത്തെത്തും. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ നമ്മളെത്തും. ഇങ്ങനെ അത് സാധിച്ചെടുത്തു. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗ്രോത്ത്, പിന്നെ വേൾഡ് ബാങ്കും IMF ഒക്കെ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത് ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ ആ നിലയ്ക്കൊക്കെ മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, ഈ ട്രംപിൻ്റെ പ്രശ്നങ്ങൾ, ഈ യുക്രൈൻ വാറ്, മറ്റൊരുപാട് അനിശ്ചിതത്വം ഉണ്ടായെങ്കിലും ഇതൊന്നും കാര്യമായിട്ട് ഇന്ത്യയെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ അഗ്രിഗേറ്റ് ലെവലിൽ നോക്കുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള നാഷണൽ എക്കോണമിയുടെ സ്ഥിതി മറ്റു പല രാജ്യങ്ങളെക്കാളും മെച്ചം തന്നെയാണ്. തീർച്ചയായിട്ടും. അതായത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ 10-27 രാജ്യങ്ങളുടെ യൂണിയനാണ്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ അവര് ഈ ട്രംപിന്റെ ഈ തോന്നിയാസത്തിന് അംഗീകരിക്കാതെ അവർ ഇന്ത്യയുമായിട്ട് ചേരുന്നു എന്ന് പറയുന്ന ചെറിയൊരു മെസ്സേജ് അല്ല ലോകത്തുള്ളത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അതിനുള്ള ഒരു പൊളിറ്റിക്കലും എക്കണോമിക്കായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അതാണ് ഇപ്പോൾ ഈ ലോകക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചികയായിട്ട് നമുക്ക് അതിനെ കാണാം. അപ്പോൾ ഇന്ത്യ എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല, സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും. പിന്നെ മാത്രമല്ല, ഈ ഗ്ലോബൽ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അനിശ്ചിതത്വം മൂലം ഇന്ത്യ തകരുന്നില്ല. പിടിച്ചു നിൽക്കാനായിട്ടുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. അതും ചെറിയ കാര്യങ്ങളല്ല. ഇപ്പോഴുള്ള ഈ ക്രൈസിസിൽ പല രാജ്യങ്ങളും വൻ തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ട്രംപിൻ്റെ പരിഷ്കാരങ്ങളും മറ്റ് മാറ്റങ്ങളും ഉണ്ട്, യുക്രൈൻ യുദ്ധമൊക്കെ കൊണ്ട്. ഇന്ത്യക്ക് അത് വലിയ ദോഷം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു. ഇന്ത്യ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ്. വലിയ രാജ്യം, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ, ഏറ്റവും വലിയ മാർക്കറ്റ്, ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ആ നിലയ്ക്ക് ഇന്ത്യയെ മാറ്റുന്നതിൽ കേന്ദ്ര സർക്കാർ റോൾ വളരെ സുപ്രധാനമാണ്. അത് നമ്മൾ കണ്ടേ മതിയാവും.